ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മുടെ ഗോവയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നീറ്റ് ഫ്രഷായി നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇതാ നമ്മുടെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വരും. അപ്പോൾ ഇതിനും നമ്മളിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു നമുക്കൊരു 2 ഡേയ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ സാവധാനം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതാ വണ്ടിയിൽ കയറിയിട്ട് ഇനി നേരെ ഓൾഡ് ഗോവ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പോണത്. ഇന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഇറങ്ങിയ ടൈമിൽ വലിയ മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് പ്ലേസിലെത്തിയിട്ടുണ്ട്. ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാണിത്. ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു ചർച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിന് ഏറ്റവും പ്രിയപ്പെട്ട സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ എന്ന മഹാനായ വിശുദ്ധൻ്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നതും ഈ ഒരു ചർച്ചിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ കാണാനായിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ചർച്ച്. നമുക്ക് ഈ ഒരു ചർച്ചിനുള്ളിലേക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ വീഡിയോസും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചർച്ചിനുള്ളിൽ നമ്മൾ കയറാൻ ഫ്രീ ആണ്. പക്ഷെ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്ററി കാണാൻ വേണ്ടിയിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം. അത് കാണണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളത് കയറി കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രസമായിരുന്നു. നമുക്ക് അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളിതാ അതൊക്കെ കണ്ടത് നേരെ ഓപ്പോസിറ്റിൽ വേറൊരു ചർച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിനി അത് കാണാനായിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഇവിടെ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. നമ്മളൊരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ചർച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ പെട്ടിട്ടുള്ളൊരു പള്ളിയാണ്. ഇതിൻ്റെ പേര് സെയിൻറ്റ് കാതറിൻസ് കത്തീഡ്രൽ എന്നാണ് കേട്ടോ. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോർച്ചുഗീസ് കൊത്തിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു പള്ളിയാണിത് കേട്ടോ. അപ്പോൾ പഴയ ഗോവയിലെ ക്രൈസ്തവ ചരിത്രത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഒരു വലിയ സാക്ഷിയാണ് ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ചുറ്റിനും പോയിട്ടൊന്ന് കണ്ടു എന്നല്ലാതെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം കൂടി നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത 2 സംഭവങ്ങളാണ് കേട്ടോ ഈ ചർച്ചുകൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ 2 ചർച്ചുകളും മ്യൂസിയം ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ചർച്ചുകളാണ്. ഇത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള 2 ചർച്ചുകളാണ് കേട്ടോ. ഓൾഡ് ആയിട്ടുള്ള 2 ഒരുപാട് ചരിത്രങ്ങളും ഒക്കെയുള്ള 2 ഓൾഡ് ചർച്ചുകളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളുകളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ആ ഒരു അത്രയും ഒരു അറ്റാച്ച്മെൻറ്റോ നമുക്ക് ഈ ഒരു സ്ഥലത്തിനോട് തോന്നണം എന്നില്ല. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് അവർ കൊണ്ടെടുക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ നമ്മൾ 2 ചർച്ചുകളും കണ്ടു കഴിഞ്ഞിട്ട് ഇനി നേരെ പോവാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു പള്ളീൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി ആ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു അതിലൂടെ പോകാൻ. നല്ലൊരു വൈബുള്ളൊരു സ്ഥലം. നമ്മളെല്ലാവരും കൂടി ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു. സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ. പക്ഷേ ഇതൊരു ആരാധനാലയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മര്യാദകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഭയങ്കര സൈലൻ്റായിട്ട് നമ്മൾ അതിനുള്ളിൽ കയറി ജസ്റ്റ് നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, ജസ്റ്റ് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനുള്ളിൽ കയറിയപ്പോൾ ഇതാ ഒരു വലിയ ചർച്ചാണ്. ഭയങ്കര വൃത്തിയും ഭയങ്കര കാണാനൊക്കെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ചർച്ച് കാണുന്നത്. നമ്മൾ തായ്ലൻഡിൽ പോയ സമയത്ത് അവിടെ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു ചർച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിനുള്ളിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അത് കണ്ടിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾഡ് ഗോവയിലെ ചർച്ചുകളൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്.
അത്യാവശ്യം നല്ല രീതിക്ക് ടയർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഓരോ കരിക്ക് മേടിച്ച് കുടിച്ചു. പിന്നെ കണ്ണടുത്തൊക്കെ ഇവിടെ ക്യാഷ്യൂവിൻ്റെ ഷോപ്പുകളാണ്. അപ്പോൾ അതിലും കയറി കുറച്ച് ക്യാഷ്യൂം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ നേരെ വേറൊരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ടൈം ആയിട്ടുണ്ട്. കാരണം നമ്മൾ 2 ചേർച്ചും ഒരുപാട് നടന്നിട്ട് കാണാനുണ്ട്. നമ്മൾ ഫസ്റ്റ് പോയ ചേർച്ചിലാണ് കൂടുതൽ കാണാനുള്ളത്. പിന്നെ രണ്ടാമത് പോയയിടത്തും കാണാനുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം നല്ലൊരു ടൈം ആയിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു നടക്കാനും കാണാനൊന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഒരുപാട് ടയേർഡായിരുന്നു കേട്ടോ. ഈ കുട്ടികളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. അങ്ങനെ തന്നെ നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ടുള്ളത് ഒരു ടെമ്പിളാണ്. നമ്മൾ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചപ്പുറം വണ്ടി നിർത്തിയിട്ട് വേണം ഈ ടെമ്പിളിൻ്റെ ഇങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ടൂറിസ്റ്റുകളൊന്നും വരുന്ന അത്രയും വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് അപ്പുറത്താണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടെമ്പിളിലേക്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു വഴിയായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ നടന്ന് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഈ ടെമ്പിളിൻ്റെ പേര് കറക്റ്റ് എനിക്ക് പറയാനായിട്ട് ഓർമ്മയില്ല. അത്യാവശ്യം ഒരു വലിയ ടെമ്പിൾ തന്നെയായിരുന്നു. നമ്മളതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പുറത്ത് നിന്ന് കണ്ട് നമ്മളിങ്ങോട്ടേക്ക് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഈ ഒരു ടെമ്പിളിനുള്ളിൽ കയറാൻ പറ്റാത്ത റീസണ് ഷോർട്സ് ഇട്ടാൽ അവിടേക്ക് അതിനുള്ളിലേക്ക് അലൗഡ് അല്ല. നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മിക്കവാറും ആളുകൾ ഷോർട്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ലാലു അടക്കം ഷോർട്സാണ്. അപ്പോൾ അവർ കയറാത്തതുകൊണ്ട് തന്നെ നമ്മളും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിനി വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഡ്രസ്സിൻ്റെ ഷോപ്പും ടോയ്സിൻ്റെ ഷോപ്പായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മളെ കൂടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ടോയ്സൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരെല്ലാവരും ഓരോ ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം നടന്നതുകൊണ്ട് തന്നെ നല്ലോണം ടയേർഡാണ്. ഇനി നമ്മൾ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആഫ്റ്റർ ഫുഡാണ് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ടുള്ളത്. മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫിഷൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഫിഷൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഡ്രൈവർ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് നമ്മൾ കാണിച്ച് കൊടുത്തതിന് ശേഷമാണ് അവരത് കുക്ക് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊരു പ്ലാറ്ററാണ് കേട്ടോ. ഫിഷും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു പ്ലാറ്ററായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. ഇനി നേരെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് 1-2 മൂവികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഗോവയിലെ മാൻഡോവി നദി. ഇതിലാണ് ഗോവയിലെ ഒട്ടുമിക്ക ഓഫ് ഷോർ കസിനോകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കസിനോകളായിട്ടുള്ള ഡെൽറ്റൺ റോയൽ, അതുപോലെ ബിഗ് ഡാഡി, കസിനോ പ്രൈഡ് എന്നിങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ കസിനോകളൊക്കെ ഈ ഒരു നദിയിലാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ കസിനോ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കസിനോ ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിയൊരു കപ്പൽ, അതിലാണ് കസിനോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു അറിവായിരുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഇനി കാണാനായിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം താഴോട്ട് നടന്നിട്ട് വേണം കേട്ടോ വ്യൂ പോയിൻ്റ് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടത്തേക്കൊന്നും വണ്ടി അലൗഡ് അല്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് പോവുകയാണ്. നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെല്ലാവരും ഒരു പ്രായമാണ്. ഇതിൽ ഏറ്റവും വലിയ ആളെ യമിമോനാണ് കേട്ടോ. ഒരാളെന്താണോ ചെയ്യണത് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് മറ്റുള്ളവരൊക്കെ. അപ്പോൾ ഒരാൾ പെറ്റിൻ്റെ തൊള്ളിൽ കയറിയപ്പോൾ മറ്റുള്ളവരൊക്കെ ഇതുമാതിരിക്ക് തൊള്ളിൽ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണം. നമ്മൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതേമാതിരിക്ക് ഗ്രൂപ്പ് ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത്യാവശ്യം നടന്നാലും കാണാനൊരു വൈബുള്ള സ്ഥലം, നമുക്കൊരു കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് മഴ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വേഗം വണ്ടിൻ്റെ അവിടത്തേക്ക് തന്നെ എത്തണം, അല്ലെങ്കിൽ മക്കൾ കൂടെ ഉള്ളതാണല്ലോ, അപ്പോൾ നനയോന്നുള്ളൊരു പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ വേഗം പോകാനായിട്ടുള്ളൊരു പ്ലാനാണ്. ഡോണ പോല ബീച്ച് എന്നാണ് കേട്ടോ ഇവിടത്തേക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഹിന്ദി സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് സിംഗം മൂവീൻ്റെ ഹിന്ദി വെർഷൻ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വരുന്ന സ്ഥലത്ത് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അങ്ങനെയുള്ള ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എമ്മിമോന് മടുത്തിട്ടുണ്ടായിരുന്നു. നടന്ന് മടുത്തത് കൊണ്ട് തന്നെ ആൾ ഭയങ്കര കച്ചറായിരുന്നു, പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ നമ്മൾ മഴയും വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മുകളിൽ കയറി ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം കേട്ടോ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഭയങ്കര വ്യൂ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പെനോരമിക് വ്യൂ ആണ് കിട്ടുന്നത്. അറേബ്യൻ സീൻ്റെയും അതുപോലെ തന്നെ മാൻഡോവി നദിയുടെയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗോവ വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. ഭയങ്കര അടിപൊളി വൈബാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിനി നേരെ പോയത് റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് നല്ലോണം മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ നനഞ്ഞിട്ടാണ് റൂമിലെത്തിയിട്ടുള്ളത്. അങ്ങനെ റൂമിലെത്തി വീണ്ടും കുളിച്ച് ഫ്രഷായി നമ്മളിനി നേരെ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് വീണ്ടും. അപ്പോൾ ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രൂയിസ് ഡിന്നറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റെഡിയായി പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ റൂമിലെത്തി ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമുക്ക് ടൈം ഉണ്ടായിരുന്നു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ള വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ാണ്. അപ്പോൾ ഇന്ന് നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ ഇതുപോലത്തെ ഒരു മഴ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു കേട്ടോ. അത്രയും ഹെവി റെയിൻ ആയിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 ഹവറിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ ക്രൂയിസിൻ്റെ അടുത്തേക്ക് ജേണി ഉണ്ട്. അപ്പോൾ മഴയും കൂടി ആയപ്പോൾ ആകെ സീനായിരുന്നു, ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഏകദേശം നമ്മൾ ആ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മുടെ ക്രൂയിസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മേ ബി ക്രൂയിസ് മിസ്സാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ ഒരു ടൈം ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി ഭയങ്കര സ്പീഡിൽ നമ്മൾ പോവുകയാണ്. നമ്മൾ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമ്മളവർ മേ ബി വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമുക്ക് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയില്ലല്ലോ, ക്രൂയിസ് മിസ്സാവുമൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര മഴയായിരുന്നു. ഈ മഴത്തെ മക്കളെയും വലിച്ചിട്ട് നമ്മൾ ഓടിയിട്ടാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇതാ എല്ലാവരും ക്യൂവിലാണ്. അപ്പോൾ നമ്മളും നേരെ കയറി ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ക്യൂവിൽ നിന്ന് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ക്രൂയിസ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് കണ്ടിട്ട് പോവുകയാണ്. കാരണം ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ക്രൂയിസ് ഡിന്നർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു തായ്ലൻഡിൽ പോയപ്പോൾ. നമ്മളതിൻ്റെ വീഡിയോ തായ്ലൻഡ് വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. പക്ഷെ സത്യം പറയാലോ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രൂയിസിൻ്റെ അടുത്തേക്ക് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മൂടൊക്കെ പോയി നിൽക്കുകയാണ്. കാരണം ഒന്നാമതും നല്ല മഴ, എല്ലാവരും ഷൂ ഒക്കെ ഇട്ട് ഭയങ്കര വൈബിൽ വന്നതാണ്. ആകെ ഷൂ ഒക്കെ നനഞ്ഞ് നമ്മളും നനഞ്ഞ് ആകെ ഒരു വിധേയനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ക്രൂയിസിനുള്ളിൽ കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ ആകെ അന്തം വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇങ്ങനെയല്ല. കാരണം നമ്മൾ മുന്നേ പോയതിൽ നമുക്ക് സീറ്റൊക്കെ റിസർവ് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ കയറുടനെ തന്നെ സ്റ്റാർട്ടറൊക്കെ കിട്ടിയിട്ട് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പൊട്ടുപോലെ ദൂരത്തു നിന്നാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ബൈക്കിലായിരുന്നു. നമുക്കങ്ങനെ സീറ്റും കാര്യങ്ങളൊന്നും റിസർവ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ നമ്മൾ കയറിയപ്പോൾ തന്നെ. മേ ബി ഇത് നമ്മളെടുത്ത് പറ്റിയിട്ടുള്ളൊരു ഫോൾട്ടായിരിക്കാം. കാരണം നമ്മൾ പാക്കേജിലായതുകൊണ്ട് തന്നെ നമ്മളിതെന്താ എങ്ങനെ ഏതാന്നുള്ളതൊന്നും കൂടുതലും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതൊരു ഗോവയിൽ വരുന്നവരിതൊന്ന് വിസിറ്റ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയൂല. കാരണം അങ്ങനെയുള്ളൊരു അത്രയും വിസിറ്റ് ചെയ്യാനുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ കയറി കുടുങ്ങിയെന്നുള്ളൊരു ലെവലിലായിരുന്നു കേട്ടോ. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ക്രൂയിസ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായി കണ്ട് കയറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ സ്റ്റേജിലൊക്കെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കതൊന്നും മര്യാദയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത്രയും ബാക്കിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിനി ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഫുഡ് കഴിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ചടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയം ഇപ്പോൾ നമ്മളെല്ലാവരും എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡും നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലായിരുന്നു. കുറച്ച് ചോറ്, ചപ്പാത്തി, ചിക്കൻ കറി, പരിപ്പ് കറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡും കഴിച്ച് നേരെ മുകളിൽ പോയി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടിരുന്നു കേട്ടോ. പുറത്തത്തെ ഈ വ്യൂസൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇതൊരുപാട് കാസിനോകളാണ്, വലിയ വലിയ ബിഗ് കാസിനോസാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു. അങ്ങനെ നമ്മളിവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. അങ്ങനെ നമ്മളെ 2ാമത്തെ ദിവസം ഇവിടെ കഴിയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിതാ ഈ ഒരു ക്രൂയിസിൽ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു തരാം. അതുവരേക്കും ബൈ.